ചാപ്റ്ററിൽ നമ്മൾ വർക്ക് എന്താണെന്ന് കണ്ടു, വർക്ക് എനർജി തിയറും കണ്ടു, ലോ ഓഫ് കൺസർവേഷൻ കണ്ടു, അതിൻ്റെ പ്രൂഫ് അടക്കം കണ്ടു അല്ലേ. ഗ്രാഫും അതിൻ്റെ പ്രൂഫും നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോർഷനാണ് ഏത്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്. നമ്മുടെ സ്പ്രിങ്ങിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും എന്നുള്ളത് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്, ആപ്ലിക്കേഷൻ ചോദിക്കാറുണ്ട്, അതിൻ്റെ ഗ്രാഫും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? ഒരു സ്പ്രിങ് കൺസിഡർ ചെയ്യണം. സ്പ്രിങ്ങിൻ്റെ അറ്റത്ത് ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് വെക്കുക. ആ ബ്ലോക്കിനെ ഞാനിങ്ങനെ വെറുതെ ഒരു ടേബിൾമേ ആ ബ്ലോക്ക് ഇങ്ങനെ വെച്ചേക്കാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ ബ്ലോക്കിനെ അറ്റ് എ ഡിസ്റ്റൻസ്, ഒരു എക്സ് ഡിസ്റ്റൻസ് ഞാൻ നീക്കി. അപ്പോൾ ഈ ബ്ലോക്ക് എന്ത് ചെയ്യും? നീങ്ങും അല്ലേ. ഈ സ്പ്രിങ് ഞാനിങ്ങനെ വലിക്കുമ്പോൾ അവിടെ എന്താ എനർജി വരുന്നുണ്ട്? അപ്പോൾ സ്പ്രിങ്ങിനെ ഇങ്ങനെ വലിക്കുമ്പോൾ അവിടെ ഒരു എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലേ. ഞാൻ ഈ കൊടുത്ത ഫോഴ്സിനെ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ റീസ്റ്റോറിങ് ഫോഴ്സ് എന്തായിരിക്കും? അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അതാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഹുക്സ് ലോ, ഒരു ലോ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എത്ര ഡിസ്റ്റൻസ് ആണോ നീക്കണേ അത്രയും തന്നെ റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവും. ഇപ്പം ഞാനൊരു എക്സ് ഡിസ്റ്റൻസ് നീക്കി, അപ്പോൾ അത്രയും റീസ്റ്റോറിങ് ഫോഴ്സ്. കുറച്ചും കൂടി നീക്കുമ്പോൾ കുറച്ചും കൂടി റീസ്റ്റോറിങ് ഫോഴ്സ് ആണ്. നീക്കും തോറും നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ റീസ്റ്റോറിങ് ഫോഴ്സിൻ്റെ ഇതും കൂടി കൂടി വരും. അപ്പോൾ ഫോഴ്സസ് എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് ആണെന്ന് പറഞ്ഞ് കൊടുക്കാം. എന്നിട്ട് ഈ പ്രൊപ്പോർഷണാലിറ്റീനെ മാറ്റാൻ നമ്മൾ എന്ത് കൊടുക്കും? എഫ് ഇസ് ഈക്വൽ ടു കെ എക്സ്. ഇതാണ് ഹുക്സ് ലോ, സ്പ്രിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞ ഒരു ലോ. എന്ന് വെച്ചാൽ റീസ്റ്റോറിങ് ഫോഴ്സ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ ബ്ലോക്കിന് നമുക്ക് റീസ്റ്റോറിങ് ഫോഴ്സ് കിട്ടിയില്ലേ? ഇത് റീസ്റ്റോറിങ് ഫോഴ്സ് കിട്ടിയാൽ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു കെ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് റീസ്റ്റോറിങ് ഫോഴ്സ് കിട്ടി. ഇനി അവിടെ എത്ര വർക്ക് ഡൺ എന്നുള്ളത് കണ്ടുപിടിക്കണം. നമുക്ക് ടോട്ടൽ വർക്ക് അവിടെ എത്ര ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ വർക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഇൻ്റഗ്രേഷൻ ചെയ്യും. ഇൻ്റഗ്രേഷൻ എഫ് ഡോട്ട് ഡി എക്സ് ഫ്രം 0 to x ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഈ എഫ് ഡോട്ട് ഡി എക്സ് ടോട്ടൽ അവിടെ നമ്മൾ ഈ ഒരു ബ്ലോക്കിനെ ഒരു എക്സ് ഡിസ്റ്റൻസ് വലിച്ചപ്പോൾ അവിടെ എത്ര വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ആ വർക്ക് അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി അറിയാനാണ് നമ്മൾ ഇതിൻ്റെ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എഫിനുള്ള ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? എഫ് എന്ന് പറയുന്നത് കെ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ് കിട്ടി. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് കെ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞ് കിട്ടി ഇല്ലേ. അപ്പോൾ നമുക്ക് അവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് കെ എക്സ് സ്ക്വയർ. ഈ ഹാഫ് കെ എക്സ് സ്ക്വയർ ആയിട്ടായിരിക്കും അവിടെ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഒരു ബ്ലോക്കിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്തു അപ് ടു എക്സ് ഡിസ്റ്റൻസ്. ആ സ്ട്രെച്ച് ചെയ്ത ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മുടെ അവിടെ റീസ്റ്റോറിങ് ഫോഴ്സ്. എത്ര എവിടെ ഫോഴ്സ് തിരിച്ച് അതേ പൊസിഷനിലേക്ക് വരാനുള്ള റീസ്റ്റോറിങ് ഫോഴ്സ്. ആ ഫോഴ്സ് അവിടെ എന്തായിരിക്കും? അത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്തിടാം. അതാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടിയത്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ എനർജി അറിയണം. ടോട്ടൽ എനർജി ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ബ്ലോക്കിനെ ഈ എത്രമാത്രം എനിക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റണോ മാക്സിമം അത്രയും സ്ട്രെച്ച് ചെയ്തു. സപ്പോസ് ആ ഡിസ്റ്റൻസ് ഒരു എ ആക്കി ഇട്ടിട്ടെ, എ ആയിട്ട് ഡിസ്റ്റൻസ് മാക്സിമം സ്ട്രെച്ചിങ് എന്ന് വെച്ചാൽ മാക്സിമം എനർജി അതിന് എത്ര ഒപ്റ്റെയിൻ ചെയ്തു എന്ന് അറിയാനാണ് ഞാൻ മാക്സിമം സ്ട്രെച്ച് ചെയ്തത്. അപ്പോൾ ഇക്വേഷനിൽ എന്ത് വ്യത്യാസം വരുമല്ലോ? ഹാഫ് കെ എക്സ് ഡിസ്റ്റൻസിന് പകരം അവിടെ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? എ ഡിസ്റ്റൻസ്. അപ്പോൾ അവിടെ എന്ത് വരും? കെ എ സ്ക്വയർ. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് കെ എ സ്ക്വയർ ആയിരിക്കും. ഇനി നമുക്ക് അറിയേണ്ടത് എന്താ? കൈനറ്റിക് എനർജിയാണ് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കിട്ടി, ടോട്ടൽ എനർജി കിട്ടി. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലേ. അപ്പോൾ അതിൽ കൈനറ്റിക് എനർജി അറിയാൻ ടോട്ടൽ എനർജിയിൽ നിന്ന് പൊട്ടൻഷ്യൽ എനർജി മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ എനർജിയിൽ നിന്ന് പൊട്ടൻഷ്യൽ എനർജി മൈനസ് ചെയ്താൽ നമുക്ക് കൈനറ്റിക് എനർജി കിട്ടി. ടോട്ടൽ എനർജി നമുക്ക് എന്താ കിട്ടി? ഹാഫ് കെ എ സ്ക്വയർ. അപ്പോൾ ഹാഫ് കെ എ സ്ക്വയർ മൈനസ് പൊട്ടൻഷ്യൽ എനർജി എന്തായിരുന്നു? അവിടെ സ്റ്റോർ ചെയ്ത റീസ്റ്റോറിങ് ഫോഴ്സ് അതായിരുന്നു ഹാഫ് കെ എക്സ് സ്ക്വയർ. അപ്പോൾ ഹാഫ് കെ എക്സ് സ്ക്വയർ. ഇതിൽ നിന്ന് കൈനറ്റിക് എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു? കോമൺ ഉള്ളതൊക്കെ പുറത്തെടുക്കുക. ഹാഫ് കെ കെ ഒക്കെ കോമൺ ആണല്ലേ. അപ്പോൾ ഹാഫ് കെ ബ്രാക്കറ്റ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് അവിടുത്തെ കൈനറ്റിക് എനർജി. അപ്പോൾ ഒരു സ്പ്രിങ് ലോഡഡ് വിത്ത് എ ബ്ലോക്ക് നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ റീസ്റ്റോറിങ് ഫോഴ്സ് അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് എന്തായിട്ട് സ്റ്റോർ ചെയ്തേക്കണേ?
പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതിൻ്റെ എക്സ്പ്രഷനാണ് നമുക്ക് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടി. അവിടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം സ്ട്രെച്ച് ചെയ്ത് അത്രയായിരിക്കും അതിൽ ടോട്ടൽ എനർജി അല്ലേ. മാക്സിമം നമുക്ക് എത്രമാത്രം സ്ട്രെച്ച് ചെയ്യാൻ പറ്റണോ അത്രയും സ്ട്രെച്ച് ചെയ്ത് കിട്ടുന്ന ആ ഒരു എനർജി ആയിരിക്കും എന്ത്? ടോട്ടൽ എനർജി വരിക. അതെന്ന് പറയുന്നത് എക്സിന് പകരം നമുക്ക് എന്തെടുക്കാം? സപ്പോസ് ആ മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ആണെങ്കിൽ ഹാഫ് കെ സ്ക്വയർ. ഇതിൽ നിന്ന് നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. ടോട്ടൽ എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി ചെയ്താൽ നമുക്ക് കൈനറ്റിക് എനർജി എക്സ്പ്രഷൻ കിട്ടും. അങ്ങനെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കിട്ടി, കൈനറ്റിക് എനർജി കിട്ടി, ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷനും കിട്ടി. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ അറ്റ് സ്പ്രിങ്ങിൻ്റെ 3 എക്സ്പ്രഷൻസ് ഒക്കെ കണ്ടുപിടിച്ചില്ലേ? നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചു, കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചു, അതിന് ടോട്ടൽ എനർജി കണ്ടുപിടിച്ചു. ഇനി ഇതേ സംഭവം തന്നെ നമ്മൾ ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നേരത്തെ നമ്മൾ ലോ ഓഫ് കൺസർവേഷന് വെച്ച ഗ്രാഫ് അതേമാതിരി തന്നെ കിട്ടും. എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ടോട്ടൽ എനർജി എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. അപ്പം നമ്മൾ ഈ പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി വരയ്ക്കാലും ടോട്ടൽ എനർജി അവിടെ എന്താ? കൺസേർവ്ഡ് ആയിട്ട് കിട്ടും. അതാണ് ഗ്രാഫ് നേരത്തെ നമ്മൾ ചെയ്ത ഗ്രാഫിനെ പോലെ തന്നെ കിട്ടും. പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ഇൻക്രീസ് ചെയ്യും, കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യും, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്ത് കിട്ടും? നമുക്ക് കൺസേർവ്ഡ് ആയിട്ട് കിട്ടും. ഈ ഗ്രാഫ് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി സ്പ്രിങ് എന്ന ക്വസ്റ്റ്യനിൽ ഡെറിവേഷൻ എന്ന് പറഞ്ഞ് ചോദിക്കും. പക്ഷേ നമ്മൾ എന്തും കൂടി വരയ്ക്കണം, ഈ ഗ്രാഫും കൂടി വരച്ചാൽ മാത്രമാണ് നമുക്ക് എല്ലാ മാർക്കും കിട്ടുള്ളൂ. ഇനി ഇതിന് 2 കേസസ് നമുക്ക് നോക്കാം. അറ്റ് എക്സ് ഈക്വൽ ടു 0 ടോട്ടൽ എനർജി പൊട്ടൻഷ്യൽ എനർജിക്കും കൈനറ്റിക് എനർജിയും എങ്ങനെ വരുന്നതെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്താ കിട്ടിയത്? ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ് കിട്ടിയല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ വരും. എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഹാഫ് k into 0 potential energy will be equal to 0. ഇനി ഇതേമാതിരി തന്നെ കൈനറ്റിക് എനർജി നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടിയത്? ഹാഫ് കെ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടിയില്ലേ. അപ്പോൾ അവിടെ നമ്മുടെ എക്സ് 0 ആണെങ്കിൽ കൈനറ്റിക് എനർജി നമുക്ക് എന്ത് കിട്ടി? ഹാഫ് കെ എ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ at x equal to 0 potential energy will be 0 and at kinetic energy will be half k square. ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ആ സ്പ്രിങ് എടുത്ത് ടേബിൾ വെറുതെ റെസ്റ്റിൽ വെക്കുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. പക്ഷേ അതിൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാല്യൂ ഉണ്ടാവും. ഇനി നേരെ തിരിച്ച് നമ്മൾ എക്സിന് എ കൊടുത്തു. എന്തായിരുന്നു എ നേരത്തെ പറഞ്ഞത്? മാക്സിമം നമ്മൾ ആ സ്പ്രിങ്ങിനെ വലിച്ച ഡിസ്റ്റൻസ് ആണ് എ. അപ്പം നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി എന്ത് വരും? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഹാഫ് കെ എ സ്ക്വയർ കിട്ടാം. എങ്ങനെ വരും? നമ്മുടെ എക്സിന് സ്ഥാനത്ത് നമ്മൾ എ കൊടുത്തു, എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? ഹാഫ് കെ എ സ്ക്വയർ എന്ന് കിട്ടി. ഇതേ സ്ഥാനത്ത് അവിടെ കൈനറ്റിക് എനർജിക്ക് എന്ത് വരും? നമ്മൾ എക്സിന് എന്താ കൊടുത്തേ? എ മാക്സിമം ഡിസ്റ്റൻസ്. ആ എക്സിന് സ്ഥാനത്ത് നമ്മളിവിടെ എ കൊടുക്കുമ്പോൾ എന്ത് വരും? എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ വരുമ്പോൾ അത് എന്തായി മാറി? 0 ആയി മാറി അല്ലേ. അപ്പോൾ അവിടെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് 2 കേസസ്. മാക്സിമം ഡിസ്റ്റൻസിൽ വെക്കുമ്പോൾ നമ്മുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. മിനിമം ഡിസ്റ്റൻസ് ദാറ്റ് മീൻസ് അറ്റ് റെസ്റ്റ് പൊസിഷൻ വെക്കുമ്പോൾ കൈനറ്റിക് എനർജിക്ക് ആയിരിക്കും എന്ത്? ഹാഫ് കെ എ സ്ക്വയർ എന്ന് കിട്ടാം. അടുത്തത് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കൊളീഷൻ. ജനറലി എന്ന് പറഞ്ഞാൽ എന്താ? 2 സാധനങ്ങൾ കൂടി കൂട്ടിമുട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയാം? കൊളീഷൻ എന്ന് പറയാം. നമുക്ക് കൊളീഷൻ 2 ടൈപ്പ് ഉണ്ട്. ഇനലാസ്റ്റിക് കൊളീഷനും ഇലാസ്റ്റിക് കൊളീഷനും. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 കാര്യങ്ങൾ അവിടെ കൺസേർവ്ഡ് ആയിരിക്കും. ടോട്ടൽ എനർജിയും കൈനറ്റിക് എനർജിയും അവിടെ കൺസേർവ്ഡ് ആയിരിക്കും. മൊമെൻറ്റും കൈനറ്റിക് എനർജി ഇതൊക്കെ അവിടെ കൺസേർവ്ഡ് ആവാം. മൊമെൻറ്റം, ടോട്ടൽ മൊമെൻറ്റം, പിന്നെ ടോട്ടൽ കൈനറ്റിക് എനർജി അവിടെ എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. ഇതാണ് ഇലാസ്റ്റിക് കൊളീഷൻ. ഇനി ഇനലാസ്റ്റിക് കൊളീഷൻ അപ്പോൾ എന്തായിരിക്കും? അവിടെ ടോട്ടൽ മൊമെൻറ്റം മാത്രം കൺസേർവ്ഡ് ആവുള്ളൂ. ബാക്കി എന്താ കൺസേർവ്ഡ് അല്ലാത്തത്? ടോട്ടൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയിരിക്കില്ല. അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോംബാർഡ്മെൻറ്റ്സ് ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ കൊളീഷൻ ബിറ്റ്വീൻ ആറ്റംസ് ഒക്കെ എന്താണ്? ഇലാസ്റ്റിക് കൊളീഷനാണ്. ഒരു ആറ്റംസ് 2 കൂട്ടിമുട്ടുമ്പോൾ അവിടുത്തെ ടോട്ടൽ കൈനറ്റിക് എനർജിയും അവിടുത്തെ ടോട്ടൽ മൊമെൻറ്റും എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. ഇനലാസ്റ്റിക് കൊളീഷൻ ജനറൽ പറയുകയാണെങ്കിൽ കൊളീഷൻ ബിറ്റ്വീൻ വെഹിക്കിൾസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൂട്ടിമുട്ടാം. വിത്തൗട്ട് മാസ് ഒക്കെ ഡിഫറൻസ് ഉള്ള സാധനങ്ങളൊക്കെ വലിയ നമ്മൾ സാധാരണ ടേംസിലുള്ള കൊളീഷനൊക്കെ നമുക്ക് എന്ത് പറയാം? ഇനലാസ്റ്റിക് കൊളീഷനാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് മെയിൻലി ഇലാസ്റ്റിക് കൊളീഷനാണ്. ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 dimension ആൻഡ് ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 2 dimension. അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 dimension എന്ന് പറഞ്ഞാൽ എന്താ? സപ്പോസ് നമ്മൾ 2 മോളിക്യൂൾസ് എടുത്തു നീക്കി, 2 molecules of mass m1 and mass m2. ഈ മോളിക്യൂൾ മൂവ് ചെയ്യുന്ന ഒരു വെലോസിറ്റി വേണമെങ്കിൽ നമുക്ക് u1 എന്ന് പറഞ്ഞു കൊടുക്കാം. ഈ മോളിക്യൂൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി നമുക്ക് u2 എന്ന് പറഞ്ഞു കൊടുക്കാം. അറ്റ് ടൈം എത്തുമ്പോൾ ഇവർ എന്ത് ചെയ്യും? ഇവർ തമ്മിൽ കൊളൈഡ് ചെയ്യും.
ഇവർ തമ്മിലൊരു കൊളീഷൻ നടക്കും. ഇത് ബിഫോർ കൊളീഷനാണ് കേട്ടോ, ബിഫോർ കൊളീഷൻ. ഇനി ഇവർ കൊളൈഡ് ചെയ്തതിന് ശേഷം വീണ്ടും വരുന്നിട്ട് ഒരു മോളിക്യൂൾ പോകുന്ന വെലോസിറ്റി v1, അടുത്ത മോളിക്യൂൾ പോകുന്ന വെലോസിറ്റി v2 എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. m1 m2. ഇപ്പം എന്താണ് ഇവിടെ രണ്ട് മോളിക്യൂൾസ് ഓഫ് മാസ് m1 ആൻഡ് m2 അവർ പോകുന്ന വെലോസിറ്റിയാണ് u1. ഇനീഷ്യൽ വെലോസിറ്റി വേണമെങ്കിൽ പറയാം u1 ആൻഡ് u2 ബിഫോർ കൊളീഷൻ. എന്നിട്ട് ആഫ്റ്റർ കൊളീഷൻ ആയതിനു ശേഷം പിന്നെ പോകുന്ന വെലോസിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് v1 v2. ഇപ്പോൾ നമ്മൾ ടു ബോഡീസ് കൊളൈഡ് ചെയ്തതിന് ശേഷം വീണ്ടും അവർ വേറെ വെലോസിറ്റീസിൽ പോകുന്നതാണ് പറഞ്ഞത്. നമുക്ക് ഇനി ഇത് കൺസേർവ്ഡ് ആണെന്ന് അറിയാം അല്ലേ. നമ്മൾ എന്താ പറഞ്ഞത്, ഇലാസ്റ്റിക് കൊളീഷനിൽ എന്തൊക്കെ കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞേ, മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. അപ്പോൾ മൊമെൻറ്റത്തെ ഇക്വേഷൻ ഉണ്ടാവും p = mv അല്ലേ. അപ്പോൾ ഇനീഷ്യലി ഇവരുടെ മൊമെൻറ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ m1 u1, നമ്മുടെ ആദ്യം ബിഫോർ കൊളീഷനിലുള്ള വെലോസിറ്റിയാണ് നമ്മൾ u1 പറഞ്ഞല്ലേ. അപ്പോൾ m1 u1 പ്ലസ് m2 u2 ബിഫോർ കൊളീഷൻ ആയാലും ഇനി ആഫ്റ്റർ കൊളീഷൻ m1 v1 പ്ലസ് m2 v2 എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ട്, ബിക്കോസ് ഇലാസ്റ്റിക് കൊളീഷനിലെ മൊമെൻറ്റം കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഇനി നമുക്കിതിന് എന്ത് ചെയ്യാം, ഇതിന്ന് m1 ടേംസിനൊക്കെ ഒരു സൈഡിലെടുക്കാം. m1 u1 മൈനസ് m1 v1. ഇനി m2 ടേംസിനൊക്കെ ഒരു സൈഡിലെടുക്കാം. അപ്പോൾ ഇങ്ങനെ വരും m2 v2 മൈനസ് m2 u2. കിട്ടിയില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, m1നെ കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, m1 u1 മൈനസ് v1 ആൻഡ് ഹിയർ m2 v2 മൈനസ് u2. ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ. നമുക്ക് സപ്പോസ് ആ ഇക്വേഷൻ എന്താക്കി എടുക്കാം, ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി മൊമെൻറ്റത്തിൻ്റെ കേസിൽ. ഇനി കൈനറ്റിക് എനർജി നമുക്ക് നോക്കണം. കൈനറ്റിക് എനർജി എങ്ങനെ വരും, കൈനറ്റിക് എനർജി ഇതുമാതിരി തന്നെ കൺസേർവ്ഡ് ആണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ, ഹാഫ് mv². അപ്പോൾ ഫസ്റ്റത്തെ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഹാഫ് m1 u1² പ്ലസ് ഹാഫ് m2 u2² കൺസേർവ്ഡ് ആണല്ലേ. ഈ കേസ് എന്തായിരുന്നു, ബിഫോർ കൊളീഷൻ്റെ കേസായിരുന്നു. ഇനി ആഫ്റ്റർ കൊളീഷൻ എങ്ങനെ വരും ഇക്വേഷൻ, ഹാഫ് mv1² പ്ലസ് ഹാഫ് mv2². നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈക്വൽ ചെയ്ത്, ബിക്കോസ് ഇലാസ്റ്റിക് കൊളീഷനിൽ നമ്മുടെ കൈനറ്റിക് എനർജിയും മൊമെൻറ്റും കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഇനി ഇതുമാതിരി തന്നെ നമ്മൾ ഇതിന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും, ഹാഫ് m1 ടേംസ് ഒക്കെ ഒരു സൈഡിലേക്ക് ആക്കാം, u1² m1 ടേംസ് അവിടെ ഇട്ടു മൈനസ് ഹാഫ് mv1² ഈക്വൽ ടു ഹാഫ് m2 v2² മൈനസ് ഹാഫ് m2 u2². m1 ടേംസിനൊക്കെ ഒരു സൈഡിലും m2 ടേംസിനൊക്കെ മറ്റേ സൈഡിലാക്കി. ഇനി m1നെ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തെടുക്കാം. ദാറ്റ് മീൻസ് ഹാഫ് m1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, u1² മൈനസ് v1² ഈക്വൽ ടു എന്ത് കിട്ടി, ഹാഫ് m2 v2² മൈനസ് u2². കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇക്വേഷനാണെന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ മൊമെൻറ്റം കൺസേർവ്ഡ് ഉള്ളപ്പോൾ നമുക്കൊരു ഇക്വേഷൻ നമ്പർ 1 കിട്ടി. കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ഉള്ളപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഇനി രണ്ട് ഇക്വേഷൻസിനെ കൂടി നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആ രണ്ട് ഇക്വേഷൻസ് കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ എന്താ, നമുക്ക് നേരത്തെ എന്താ കിട്ടിയത്, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയപ്പോൾ ഹാഫ് mv u1² മൈനസ് v1², ഹാഫ് mv2 v² മൈനസ് u². ഇതേ സംഭവം നമ്മൾ ഇക്വേഷൻ 1 മൊമെൻറ്റം കൺസേർവ്ഡ് ആയപ്പോൾ ഇക്വേഷൻ 1 കിട്ടി വെച്ച് ഡിവൈഡ് ചെയ്തു. അതിൽ ഒരുപാട് കോമൺ ടേംസ് ഉണ്ട് അല്ലേ. ഈ ഹാഫും ഇവിടെ വെച്ച് വെട്ടിപ്പോയി, m1 താഴെ മുകളിൽ വെട്ടിപ്പോയി, m2 വെട്ടിപ്പോയി. ബാക്കി നമുക്ക് എന്താ കിട്ടിയത്, u1² മൈനസ് v1² ഡിവൈഡഡ് ബൈ u1 മൈനസ് v1, v² മൈനസ് u² ഡിവൈഡഡ് ബൈ v2 മൈനസ് u2. ഇങ്ങനെ ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യുമ്പോൾ ഇതിന് നമുക്ക് a+b ഇൻറ്റു a-b ഫോമിലേക്ക് ആക്കാം. എന്തിനാണ് ആക്കണേ, അപ്പോൾ നമുക്ക് u1 മൈനസ് v1നെ അടിയിൽ മുകളിൽ വെട്ടിപ്പോകാനാണ് നമ്മൾ a² മൈനസ് b²നെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, u1 മൈനസ് v1
u1 പ്ലസ് v1. അതിൽ u1 മൈനസ് v1ഉം അടിയിലത്തെ u1 മൈനസ് v1ഉം വെട്ടിപ്പോയി. അതേമാതിരി തന്നെ v2 മൈനസ് u2 ഇൻറ്റു v2 പ്ലസ് v1, അടിയിൽ v2 മൈനസ് u2 മുകളിലും അടിയിലും വെട്ടിപ്പോയി. അങ്ങന്നിട്ട് നമുക്ക് ഇതിലെ v2നെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് v2 ഈക്വൽ ടു u1 പ്ലസ് v1 മൈനസ് u2. സിമ്പിളായിട്ട് റീഅറേഞ്ച് ചെയ്ത് കിട്ടുന്ന ഒരു ഇക്വേഷനാണ്. അതാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. ആദ്യം നമുക്ക് കൈനറ്റിക് എനർജിക്ക് കിട്ടി, മൊമെൻറ്റത്തിന് കിട്ടി, പിന്നെയാണ് നമ്മൾ v2 എന്ന് പറഞ്ഞിട്ട് എടുത്ത ഇക്വേഷൻ 3. ഈ ഇക്വേഷൻ 3 നമുക്ക് ആദ്യം കിട്ടിയ മൊമെൻറ്റത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് m1 മൈനസ് m2 u1 പ്ലസ് 2m2 u2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇനി ഇതേ സംഭവം തന്നെ ഇപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 3 ഇക്വേഷൻ 1 അല്ലേ, ഇതേമാതിരി തന്നെ നമ്മൾ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ v1ന് പകരം നമുക്ക് എന്ത് കിട്ടും? v2 എന്ന് കിട്ടും. ഒന്നും വ്യത്യാസമില്ല. m1ൻ്റെ സ്ഥാനത്ത് m2ഉം m2യുടെ സ്ഥാനത്ത് m1 വരും. അതേമാതിരി u1ൻ്റെ സ്ഥാനത്ത് u2, 2m2യുടെ സ്ഥാനത്ത് m1, u2യുടെ സ്ഥാനത്ത് u1. ഈ 2ഉം 1ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാൻ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വീണ്ടും ഇതേമാതിരി ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? സിമിലർലി v2 എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യാം? m1ന് പകരം m2 മൈനസ് m1 എഴുതി അത് സോൾവ് ചെയ്യാം. ഇതാണ് എന്ത്? ഇലാസ്റ്റിക് കൊളിഷൻ ഇൻ 1 ഡയമെൻഷൻ. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതുമാതിരി ഡിറൈവ് ചെയ്ത് സിമ്പിളായിട്ട് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞത് സിമിലർലി. കണ്ട, നേരത്തെ m1 മൈനസ് m2 ഉള്ളത് ഇവിടെ എന്തായി? m2 മൈനസ് m1 ആയി, u1 ഉള്ളത് u2 ആയി. നേരെ ഓപ്പോസിറ്റ് 2 ഉള്ളത് 1 ആവും, 1 ഉള്ളത് 2 ആവും. m1 പ്ലസ് m2 എങ്ങനെ റീഅറേഞ്ച് ചെയ്താലും സെയിം ആയതുകൊണ്ട് അത് m1 പ്ലസ് m2 ആയിട്ട് എഴുതുന്നു. അതാണ് നമുക്ക് v2 ഇങ്ങനെ പറഞ്ഞ് കിട്ടിയത്. ഇനി ഇതാണ് ഓൾമോസ്റ്റ് എലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 ഡയമെൻഷൻ എന്ന് പറയാം. ഇതുമാതിരി ഒരു 2 ഡയമെൻഷൻ ചോദിക്കാറില്ലെങ്കിലും നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഇത് ഡെറിവേഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് എന്താ പറഞ്ഞാൽ മതി, ഈ 1 ഡയമെൻഷനിൽ 2 ഡയമെൻഷനായിട്ട് നടക്കും. അതിൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ mv² പ്ലസ് ½ mv² എന്ന് പറഞ്ഞിട്ട് എഴുതി ഒരു ചെറിയൊരു ടോപ്പിക്കാണ് മാത്രം. ജസ്റ്റ് നോട്ട് ചെയ്തോളൂ. പിന്നെ ഇതുമാതിരി തന്നെ ഒരുപാട് എനർജി ഫോംസ് ഉണ്ട്. നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ച യൂണിവേഴ്സിൽ ന്യൂക്ലിയർ എനർജി, പലതരം ഫോംസ് ഓഫ് എനർജി ഉണ്ട്. അതൊക്കെ ഒരുപാട് നോട്ട് ചെയ്യാനുണ്ട്. പവർ എന്താണ്, ഡെഫിനിഷൻ എന്താണെന്ന് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഞാൻ ഈ പ്രസൻറ്റ് ചെയ്തത്. ഇനിയും ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് നോക്കാൻ ഇഷ്ടം പോലെ കുഞ്ഞു ടോപ്പിക്സ് ഉണ്ട്. നമുക്ക് എവിടുന്ന ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഈ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.